കുഴപ്പമില്ലല്ലേ? കുഴപ്പമുണ്ടെങ്കിൽ ഞാനിത് വേണു സാറിന് വിൽക്കൂ. എന്നാ സൈലന്റ് ഒപ്പിടാം. മുകളിലേക്ക് ഇരിക്കും. ആ പ്ലീസ് ഒപ്പിട്ടിട്ട് കേറിയിരുന്നോ? ഹലോ ഹലോ. 3-4 ദിവസമായി കിട്ടുന്നേ ഇല്ലല്ലോ. നല്ല ബിസിയല്ലേ? നോ പ്രോബ്ലം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഞാനിപ്പോൾ ഒരു ഹോട്ട് സീറ്റിലായിരിക്കുന്നത്. ഹോട്ട് സീറ്റ്? ആ, അത് പാർട്ട്ണറിനോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. നരേഷ്, ഒരു സർപ്രൈസ് ഉണ്ട്. ചുമ്മാ പിങ്കി, താൻ എന്തൊക്കെയായി പറയുന്നത്? I didn't get you. എന്ത് സൗണ്ട് വല്ലാണ്ടിരിക്കുന്നേ? വീട്ടിലെന്തെങ്കിലും? Hey, nothing. ഹേ നരേഷ്, ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കുകയോ വേണ്ട. കോൺഫിഡൻ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. പൂജ എന്താ ഇടയ്ക്ക് പറഞ്ഞത്? എന്തോ സർപ്രൈസോ? അത് അവൾ ചുമ്മാ ബർത്ത്ഡേയുടെ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്തതാ. ഓക്കെ. ഇനി ജസ്റ്റ് 5 ഡേയ്സേ ഉള്ളൂ. ലഞ്ച് വിത്ത് മീ പ്രോമിസ് ചെയ്തതാ. ഹലോ, എന്തു പറ്റി? ഞാനാ പറയുന്നത്, ബിസിനസിനെ കുറിച്ചാണെങ്കിൽ വരീഡ് ആവണ്ട. 100% വർക്കൗട്ട് ആവും. ഓക്കെ? ഡബിൾ ഓക്കെ ഇല്ലേ? എന്ത് വർക്കൗട്ട് ആവാതിരിക്കാൻ? ആക്ച്വലി നിങ്ങളുടെ ബിസിനസ് പ്ലാൻ വളരെ യുണീക്കാണ്. ഞാൻ പറഞ്ഞ ആലോചിക്കായിരുന്നു, ഈ ഫ്ലൈറ്റിലേക്ക് ഏറ്റവും എക്സ്പെൻസീവ് സീറ്റ്സിന് എഞ്ചിനീയർ ക്ലാസ്ന്നോ ഡോക്ടർ ക്ലാസ്ന്നോ ഒന്നും പറയാതെ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ബിസിനസ് അറിയില്ല, കാശുള്ളൂ. ഹേ കം ഓൺ. എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ബിസിനസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ കാശ് ഉണ്ടാക്കാൻ ഒരു ഗംഭീര പ്ലാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്ത്? ആ ബ്ലഡി ഇഡിയറ്റിനെ വീണ്ടും കണ്ടുപിട്ടിയ ദിവസം. മറ്റേ ആ തെണ്ടി ക്ലീറ്റസ് എന്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടില്ലേ, ആ പടമാറി. അടിക്കരുത് ദേവിതാമ്മയുടെ മുമ്പിൽ എന്നെ നാട്ടിക്കരുത് പ്ലീസ്. What happened? Not happen. What? ആള് മാറി. I mean, he changed the person. You sit in the chair. Okay. നാട്ടിക്കരുത്. തെണ്ടി തരവാ കൂടെ തരവാ ഞാൻ നിന്നോട് ചെയ്തു. വിജയ്, ഇവന് ഇടിക്കാണ്ട് ഇവിടുന്ന് വിടരുത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടിക്കും. ഉറപ്പാണ്? സംശയമുണ്ടോ? ഓഹോ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി നിർത്തി ഇടിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നീ എന്തൊട്ട് കേടോടാ? ആണല്ലേ. ഞാൻ ആ കോൾ സെന്ററിലെ വെറും ഒരു പ്യൂണല്ലായിരുന്നു. വെറുതെ ഒരു തമാശയ്ക്ക് ഇവൻ്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു, 10,000 രൂപയുടെ ചെക്ക് ഉണ്ട്, വന്ന് വാങ്ങാൻ. ചെക്കോ? ആ, എന്തിനു? വീഡിയോ കയറി അങ്ങ് വൈറലായില്ലേ? കാണുന്ന ഓരോ വ്യൂവിനും ലൈക്കിനും ഷെയറിനും അപ്ലോഡ് ചെയ്യുന്ന ആൾക്ക് കാശ് തരുന്ന വിചിത്രമായ ഏർപ്പാട് യൂട്യൂബിനുണ്ടെന്ന് അന്നാ ഞാൻ അറിഞ്ഞ്. ചെക്ക് വാങ്ങാൻ ചെന്നെന്ന് ഈ മദാമയെ ഞാൻ പരിചയപ്പെട്ടു. അവരെനിക്ക് യൂട്യൂബിൽ ജോലി തന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് ക്ലീറ്റസായി. ഇതാണ് എൻ്റെ ജീവിതം. ഇപ്പൊ ഞങ്ങൾ നിന്നെ തള്ളാവിട്ട നീ എന്ത് തരും? കോമ്പൻസേഷൻ, ക്യാഷ്. ഹിയർ വി ഗോ. ഇതാണ് എൻ്റെ കോൺടാക്ട്. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. കോമ്പൻസേഷനുമായി ഞാൻ എത്തിയിരിക്കും. പിന്നെ എന്ത് കിട്ടും? പിന്നെ സോഷ്യൽ മീഡിയ വഴി കാശുണ്ടാക്കാൻ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വഴികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചേക്കാം. എങ്ങനെ? ആക്ഷൻ. ലുങ്കി ഉടുത്തു വാ കിറ്റെക്സ്, ലുങ്കി ഉടുത്തു വാ. നിങ്ങൾ കൊള്ളാലോ. എന്തുവാണ്? എന്തോന്നാടേ? വിശ്വസിക്കും. 25,000 രൂപ ഞാൻ പറഞ്ഞ കോമ്പൻസേഷൻ. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എൻ്റെ വയറ്റിപ്പഴപ്പ്. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എൻ്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. ഇമാതിരി പൈസ കിട്ടാൻ പരിപാടിയാണ് ഞങ്ങളെ കൂടി പഠിപ്പിച്ച ക്ലീറ്റസേ. എടാ, പ്രാങ്ക് വീഡിയോസ് പറഞ്ഞാൽ ഒരുമാതിരി ആളുകളെ പറ്റിച്ച് അലമ്പ് പരിപാടിയാണ്. പക്ഷേ ആൾക്കാരുടെ സഹകരണത്തോടെ ചെയ്ത അങ്ങനല്ല. കണ്ടു, 80 ലക്ഷം വ്യൂസാ. നമുക്കിത് ചെയ്യാം. ഈ ക്ലീറ്റസ് ചിലപ്പോ ഒരു ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ആണെങ്കിലോ? ആവാം. കാശ് കിട്ടുമെങ്കിലും ഒന്നുമില്ല, നമ്മൾ ഈ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നു അല്ലേ? ചെയ്യുന്നു, ഉറപ്പായിട്ടും ചെയ്യും. എങ്കിൽ ഐശ്വര്യമായിട്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ തുടങ്ങുന്നു. അപ്പോ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ല. 5 മിനിറ്റ് എല്ലാരും ഞാൻ കൊടുത്ത് അഭിനയിച്ച് തകർത്തന്നാ മതി. അവൻ ആള് പുലിയാണ്. അടിക്കണേന്റെ വക്ക് വരെ എല്ലാവർക്കും എത്താം. പക്ഷെ ദൈവത്തോർത്ത് ആരും അടിക്കരുത്. അടിച്ചാ പരിപാടി വിജയിച്ചു, പക്ഷെ അടിക്കരുത്. ക്യാമറ അപ്പിട്ടുണ്ട്, കണ്ടോ? ഫ്രണ്ട്സാ, ഞാൻ പറയാതെ ആരും ക്യാമറയിലേക്ക് നോക്കാം. ബസ് വരുന്നതിന് മുമ്പ് പരിപാടി അവസാനിപ്പിച്ചോളണം കേട്ടോ. പിന്നെ ഏത് ചെയ്യാനല്ല, ഒരു ഇന്റർനാഷണൽ ചാനൽ സിമ്പിൾ ആയിട്ട്. അപ്പൊ ശരി,
ഇത് വേണ്ട, ഇത് വേണ്ട. അയ്യോ കന്നഡ വരില്ല, ഇത് ആൾക്കാർ കണ്ടല്ലേ ഒരു രസത്തിന് ഭംഗി. നെയ്മർ ആക്കരുത്, നാച്ചുറൽ ആയിരിക്കണം. അപ്പൊ ഓൾ ദ ഭയങ്കര natural. ബെസ്റ്റ്. ചത്തോണം. ഉഷാറായിക്കോളും. ഇത് ഒറിജിനൽ പെട്രോൾ ആണോ? പെട്രോൾ കാര്യം വെച്ച് കത്തിക്കോട്ടെ. കളർ കണ്ടിട്ടാ. പച്ചവെള്ളം മറന്നു ആ ശരി പച്ചവെള്ളം. എന്തായി എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഷൂട്ട് ചെയ്താൽ മാത്രം മതി. പൊള്ളിക്കോ അത്. നിങ്ങളാരും അഭിനയം മറക്കരുതട്ടാ, ഭയങ്കര നാച്ചുറൽ ആയതുകൊണ്ട്. ബ്യൂട്ടിഫുൾ ഫ്രെയിം. രണ്ട് ചേച്ചിമാര് വരുന്നുണ്ടോ? പൊളിക്കണം. വേഗം എടുത്തോ, വേഗം എടുത്തോ. എടാ, ഒന്നില്ലേ? ആ ദേ, രണ്ട് ചേച്ചിമാര് വന്നിട്ട് എല്ലാരും കൂടി നിന്ന് തകർത്തോണ്ട്. എന്നെ ഇവിടെ നിന്ന് കെട്ടിപ്പിടിച്ചോ. കത്തിക്കലേ കത്തിക്കലേ എന്ന് പറഞ്ഞോട്ടാ. അതാരാണത്? തകർക്കാണല്ലോ. എന്താ നമ്പർ ഡയലോഗടാ? ഇതിൽ പെടും ഞാനായിരുന്നു. കത്തിക്കാനോ? ചേച്ചി തോപ്പം പിടിക്കലോ വഴിയതാ. എടാ, രണ്ട് ഹെൽമെറ്റ് വന്നു. ഇതേതാ സ്ക്രിപ്റ്റിലില്ലാത്ത രണ്ടുപേരും. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ആണ് ചേച്ചി? ചേച്ചി പേടിക്കൊന്നും വേണ്ട, ചേച്ചിയുടെ മാലൊന്നും ഏടി പോയിട്ടില്ല. ഇതൊരു TV പരിപാടിയാണ്. നോക്കിയ ക്യാമറ കണ്ടു. അടിപൊളി. എന്റെ കഴുത്ത് നേരിട്ട് വയ്യ, പൊട്ടിട്ടുണ്ടെന്നാ തോന്നണേ. അവന്റെ അമ്മയുടെ TV എന്റെ മാല തടം. ഉജ്ജ്വലമായിരിക്കും. പണികളെല്ലാം വെറുങ്ങനെയായി, സ്വപ്നങ്ങളെല്ലാം പെരുവഴിയായി. ആകാശം കൊടുത്ത് ഇതാ വല്ല അന്തസ്സുള്ള പണിയെടുത്ത് ജീവിക്കാൻ നോക്കണം. വെറുതെ നാട്ടുകാരെ പറ്റിച്ച്. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഓക്കെ. നാണക്കേടായി. വിജയ് അവിടെ നിന്നേ. തൽക്കാലം ഞാനിത് ചന്ദ്രനോട് പറയുന്നില്ല. വീട്ടിലെ കടം വീട്ടാനാണ് നീ ചെയ്യുന്നെങ്കിലേ അതിന് നാട്ടുകാരെ പറ്റിക്കല്ല വേണ്ടത്. ഞങ്ങൾ കാരണവന്മാരെ പറയണ കേൾക്കണം. നല്ല കാശുള്ള വീട്ടിലൊരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. ഇനി എതിർപ്പെങ്ങാനും പറഞ്ഞാൽ നിന്റെ കളിതമാശയല്ല ജീവിതം, അത് ഓർത്തു. അപ്പൊ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണ്. താല്പര്യം ഉണ്ടായിട്ടല്ലോ, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ പോയതുകൊണ്ട്. എടോ, ഞാനൊക്കെ എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും ഒരൊറ്റ രൂപ സ്ത്രീധനം കൊടുക്കില്ല. എന്നിട്ടാണോ തന്റെ അച്ഛൻ 75 ലക്ഷം 1 കോടിയൊക്കെ ഓഫർ ചെയ്തത്? എന്റെ അച്ഛനോ? ആ. 1 കോടിയോ? ആ, നടന്നത് തന്നെ. അടുത്ത റൗണ്ട് വന്നല്ലോ. അതെടുത്തോളൂ. ഹേ വിജയ്, ഹായ് ആന്റി. ആന്റി അല്ല, ചേച്ചി. അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. പിങ്കി, ഗണേഷിന് ഇപ്പൊ വരൂട്ടോ. ഓക്കെ ഓക്കെ. ആ എന്നാ ശരി. ഗണേഷ്. കാർപ്പൻറ്ററേ, ഓ ഡോർ തുറക്കണ്ടേ? ഓക്കെ.